ഹായ് ഹലോ ഫ്രണ്ട്സ്, ഗൈസ് ടിപ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ തമിഴിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ കുഞ്ഞി പെണ്ണിൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പം ഞാൻ ഒരു ഉച്ചയ്ക്ക് ഒരു ഉച്ചയോട് കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക സമയം തൊട്ടിട്ടുള്ള നമ്മുടെ വൈകിട്ടത്തെ ഫംഗ്ഷനും എല്ലാം കൂട്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം ഞാൻ പേരെയൊക്കെ അടിച്ചു വാരി തുടച്ച് പിന്നെ എൻ്റെ കുളി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വിളക്കൊരുക്കാണ്. അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഓഗസ്റ്റ് 30 വെള്ളിയാഴ്ചയാണ്. അപ്പം വെള്ളിയാഴ്ച ആയതുകൊണ്ട്, അതായത് ഞാൻ എല്ലാ മാസവും വെള്ളിയാഴ്ച ഇങ്ങനെ ഒരു സ്പെഷ്യൽ വിളക്ക് കത്തിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് കുഞ്ഞിൻ്റെ ബർത്ത്ഡേയും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഒരു 12 മണിയോടുകൂടി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിളക്കൊക്കെ തുടച്ച് എല്ലാ മാസവും ഇത് കത്തിക്കാറുണ്ട്. എല്ലാ മാസം എടുക്കുമ്പോൾ നന്നായിട്ട് തുടച്ച് നന്നായിട്ട് ചന്ദനവും കുങ്കുമവും ഒക്കെ ഇട്ട് നല്ല ഭംഗിയാക്കും. എനിക്കിങ്ങനെ ഭയങ്കര പൂജാ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെയുള്ള ഫെസ്റ്റിവൽസ് ഇതുപോലെ വിളക്ക് കത്തിക്കുന്ന ദിവസങ്ങളൊക്കെ വരുന്നതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര പീസ്ഫുള്ളാണ്, ഭയങ്കര സന്തോഷമാണ് ഒക്കെയാണ്. വീടൊക്കെ വയ്ക്കുമ്പോൾ പൂജാമുറിയൊക്കെ നല്ല സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ എന്താ പറയുക, വിനായക ചതുർത്ഥി അതുപോലെ ശ്രീകൃഷ്ണ ജയന്തി അങ്ങനെയുള്ള എല്ലാ കുഞ്ഞു കുഞ്ഞു ഫെസ്റ്റിവൽസും സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. നമ്മൾ ആ വിളക്ക് കത്തിക്കുന്ന സമയത്ത് അതിലേക്ക് എണ്ണ സ്പ്രെഡായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാഴയില മുറിച്ച് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വാഴയില മുറിച്ച് വെച്ചിട്ട് അതിൻ്റെ മേളിൽ മഞ്ചിര അത് വെച്ചിട്ട് കത്തിക്കുമ്പോൾ എണ്ണയൊക്കെ സ്പ്രെഡ് ആവാതിരിക്കും. അപ്പോൾ ഞാൻ വിളക്കെല്ലാം ഒരുക്കി റെഡിയാക്കി ചന്ദനമൊക്കെ തൊടിച്ച് വെച്ചിട്ട് ഞാൻ കുടുംബത്തേക്ക് പോവുകയാണ്. അപ്പോൾ കുഞ്ഞിക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അതിൻ്റെ തലേന്നുമായിട്ട് കൊണ്ടുവന്നപ്പോൾ കുഞ്ഞ് വീട്ടിൽ ഉള്ള സമയമായതുകൊണ്ട് കുഞ്ഞിക്ക് കൊടുക്കാനുള്ള ആ സർപ്രൈസ് പോകുമല്ലോ. അപ്പോൾ അച്ഛൻ്റെ കുടുംബം അപ്പച്ചിയുടെ വീടും ഒക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞിൻ്റെ ഗിഫ്റ്റൊക്കെ എടുത്തിട്ട് വരാൻ. ഇത് കുടുംബമാണ്, നമ്മുടെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓണത്തിനൊക്കെ ഞങ്ങൾ സദ്യയൊക്കെ കഴിക്കാനും സദ്യയൊക്കെ ഉണ്ടാക്കാനൊക്കെ പോകുന്നത് അവിടെയാണ്. ഇത് നമ്മുടെ അപ്പച്ചിയുടെ വീടാണ്. അപ്പോൾ അവിടെയായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ രണ്ടാമത്തെ ദിവസം ഗിഫ്റ്റ് ഐറ്റമൊക്കെ ആയിട്ട് വരുമ്പം കുഞ്ഞിപ്പെണ്ണ് അവിടെ കുടുംബത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അപ്പച്ചിയുടെ വീട്ടിലാണ് കേക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചത്. അപ്പോൾ അപ്പച്ചിയുടെ മുറ്റത്ത് ചിറ്റപ്പൻ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ചെടികളാണ് കേട്ടോ. അപ്പോൾ ചിറ്റപ്പൻ ഇങ്ങനെ എല്ലാ സാധനങ്ങളും എപ്പോഴും ഇങ്ങനെ പൂക്കളും ചെടികളും ഒക്കെ ചെയ്ത് പറമ്പിലൊക്കെ എപ്പോഴും ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ എന്താ പറയുക, നല്ല ഭംഗിയാക്കി വെക്കൂട്ടോ. മുറ്റമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ദേ ഇവിടെ ഇങ്ങനെ ഒരു ബെല്ലുണ്ട് കേട്ടോ, അത് അടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അടിച്ചപ്പോൾ പാളിപ്പോയി. അപ്പച്ചി കതക് തുറന്ന് വീഡിയോ ഇങ്ങനെ ഓൺ ചെയ്ത് കണ്ടപ്പോഴത്തേക്കും അപ്പച്ചി ഓടിപ്പോയി ഈ ലൈറ്റൊക്കെ ഇട്ട് ഞാൻ കേക്ക് എടുക്കാൻ വന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ അപ്പച്ചിയോട് കുറേ നേരം കഥയൊക്കെ പറഞ്ഞ് നിന്നിട്ട് അവിടുന്ന് ഞാൻ കേക്കും അവളുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നു, കുടുംബത്തിലേക്ക് വന്നു. അപ്പോൾ കൊച്ചച്ഛൻ്റെ മോൻ അവിടെ നിൽപ്പുണ്ടാവും. വീഡിയോ ഓണാണോ എന്ന് ഓർത്ത് ഓടുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഇതാ ഞാൻ വീട്ടിൽ വന്നിട്ട് നമ്മുടെ ഗിഫ്റ്റുകളൊക്കെ ഗിഫ്റ്റ് പേപ്പർ ഇട്ടിട്ട് പൊതിയാണ്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിങ്ങനെ പേപ്പർ കൊണ്ടിട്ടുള്ള ഗിഫ്റ്റ് പേപ്പർ ഇഷ്ടമല്ല, ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഈ പിശാന്നുള്ള ഗിഫ്റ്റ് പേപ്പറാണ് ഇഷ്ടം. എനിക്ക് ഈ ഗിഫ്റ്റ് പേപ്പർ ഇഷ്ടമില്ല കേട്ടോ. ഒരു അനുസരണയില്ല, ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചാൽ നിൽക്കില്ല. അതിന് ശേഷമാണ് ഞാൻ ചോറുണ്ണുന്നത്. ഇപ്പോൾ ഒരു 2:30 മണിയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഏകദേശം ജോലികളൊക്കെ ഒതുങ്ങിയാൽ മാത്രമാണ് വീട്ടിലിരിക്കുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാറുള്ളൂ. അപ്പോൾ നല്ല ചേന എരിശ്ശേരി നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചിട്ടുള്ള ചേനയുണ്ട്. അപ്പോൾ ആ ചേന വെച്ചിട്ടുള്ള എരിശ്ശേരിയുണ്ട്. പിന്നെ നല്ല മാങ്ങ അച്ചാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോറൊക്കെ ഉണ്ടിട്ട് എണീറ്റ് കഴിഞ്ഞപ്പോൾ അനുവേട്ടൻ വർക്കൊക്കെ കഴിഞ്ഞ് വന്നു. അനുവേട്ടന് ചോറൊക്കെ കൊടുത്തു. അനുവേട്ടൻ വന്നപ്പം വെറ്റില, നമ്മൾ വിളക്ക് കത്തിക്കാനുള്ള വെറ്റില, അതുപോലെ തന്നെ ഞാൻ ബലൂൺ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ബലൂണ്, കുറച്ച് തോരണങ്ങൾ, പിന്നെ 2 സൈഡ്, പിന്നെ എന്താ പറയുക കുറച്ച് അലങ്കാര വസ്തുക്കളൊക്കെ വാങ്ങിയിട്ട് വന്നു. പിന്നെ ഞാൻ കേക്ക് കഴിച്ചിട്ട് പിന്നെ പെട്ടെന്ന് മധുരമായതുകൊണ്ട് ദാഹമൊക്കെ വരുമല്ലോ. അപ്പോൾ നമ്മൾ വലിയ ഗ്രാൻഡായിട്ടുള്ള പരിപാടിയൊന്നുമില്ല, അവളുടെ സന്തോഷത്തിന് വേണ്ടി ഒരു കേക്ക് കട്ടിങ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു ജ്യൂസ് കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് ഞാൻ കസ്കസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആപ്പിളൊക്കെ ഇട്ട് ടാങ്ക് വെച്ചിട്ട് ഇതിൽ നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ഒഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നാരങ്ങ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ നാരങ്ങ ഇല്ലാണ്ട് കസ്കസും ആപ്പിളും നമ്മുടെ ടാങ്കും പഞ്ചസാരയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അതുണ്ടാക്കി. ഇത് കുഞ്ഞിപ്പെണ്ണിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് കുടിച്ച സമയത്ത് അവർ പറഞ്ഞത് മധുരം കുറവാണെന്ന്. ഇനി കേക്ക് കഴിച്ചുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ അമ്മയുടെ വക അമ്മ ചെറിയൊരു പാൽപ്പായസം പോലെ ഉണ്ടാക്കി അമ്മയുടെ ഒരു സന്തോഷത്തിന്. അപ്പോഴേക്കും 4 മണിയായി. കുഞ്ഞിപ്പെണ്ണ് സ്കൂൾ വിട്ട് വരുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണിനെ ഇനി ഇറക്കിക്കൊണ്ട് വന്നിട്ട് പിന്നെ നമ്മൾ കുളിപ്പീരും കഴിപ്പീരും അതൊരു വലിയ പണിയാണ്.
അപ്പം അതൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് വന്ന പാടെ അമ്മ പായസം കൊടുക്കുകയാണ്. അപ്പോൾ അമ്മ അത് സേമിയ വെച്ചിട്ടൊന്നുമല്ല, നമ്മുടെ നുറുക്ക് ഗോതമ്പ് വെച്ച് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിന് വലിയ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അമ്മൂമ്മ ഉണ്ടാക്കിയതാണെന്ന് ഓർത്ത് അവളൊന്ന് ടേസ്റ്റ് ചെയ്യും. നല്ല മഴ പെയ്യുന്നുണ്ട്. വൈകുന്നേരം അവൾ വന്നപ്പം രാവിലത്തെ പോലെ തന്നെ രാവിലെ ഇതുപോലൊരു മഴയുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ സ്കൂളിൽ ഉള്ള 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പാറു ചേച്ചി ഉണ്ട്. അപ്പോൾ പാറു ചേച്ചി അവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുത്ത സാധനങ്ങളാണെന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ്. നല്ല രസമായിട്ടുണ്ട്. പാറുക്കുട്ടിയുടെ ഈ ഒരു ഡെക്കറേഷനും ഈ ഒരു പേപ്പർ വർക്കൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. എന്താ പറയുക, പാറുക്കുട്ടിക്ക് എല്ലാവരും നല്ലൊരു കൺഗ്രാജുലേഷൻ പറയണം. ഒരു താങ്ക്സോടെ ഈ ഒപ്പം ഞാൻ പറയുകയാണ്. പാറുക്കുട്ടി നമ്മുടെ സബ്സ്ക്രൈബറാണ്. അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന, ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളാണ് കേട്ടോ പാറുക്കുട്ടി. അപ്പോൾ പാറുക്കുട്ടിക്ക് ഒത്തിരി ഒത്തിരി താങ്ക്സ് കേട്ടോ. അപ്പോൾ ഞാൻ പായസമൊക്കെ എടുത്തിട്ട് വന്നിട്ട് എനിക്കിങ്ങനെ വെളിയിൽ ഇങ്ങനെ വലിയ വരാന്തയും തിണ്ണയൊക്കെയുള്ള ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ വന്നിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ആസ്വദിച്ച് പായസമൊക്കെ കുടിച്ചു. അപ്പോൾ നമ്മുടെ കുഞ്ഞ് മഴയൊക്കെ കഴിഞ്ഞപ്പോൾ ഇച്ചിരി നേരം സൈക്കിൾ ചവിട്ടാനായിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ സൈക്കിളിൽ കാറ്റ് തീരെ കുറവായതുകൊണ്ട് തിരിച്ച് കൊണ്ട് വെച്ചു. കാരണം അവൾക്ക് കയറ്റം ചവിട്ടി കയറ്റാൻ പറ്റില്ല. പിന്നെ ഏകദേശം ഒരു 4-4:30 ആയപ്പോഴേക്കും, കാരണം എന്താണെന്ന് ചോദിച്ചാൽ വിളക്കൊരുക്കി കത്തിക്കേണ്ടതുകൊണ്ട് എനിക്ക് സമയം പോകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ചെറിയ ഡെക്കറേഷൻ പരിപാടി, കാരണം അനുവേണ്ണും അനിയനും ഇവിടെ ഇല്ല. വൈദുവിൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് പെട്ടെന്ന് ഡെക്കറേറ്റ് ചെയ്തു. അപ്പോൾ അനുവേണ്ണും അനിയനും ഇവിടെ ഇല്ല, അവർ പുറത്ത് പോയതാണ്. പക്ഷേ ആ സമയം കളയണ്ടെന്ന് വെച്ചിട്ട് ഞാനും ഹർഷയും കൂടെ കൂടിയിട്ട്, പിന്നെ കുഞ്ഞിപ്പെണ്ണ് ബലൂൺ വീർപ്പിക്കാനൊക്കെ വന്നു കേട്ടോ. ഹർഷയും കൂടെ കൂടിയിട്ട് ഡെക്കറേഷൻ പരിപാടിയൊക്കെ ചെയ്തു. അപ്പോൾ എന്തായാലും ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ വീർപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ബലൂൺ പൊട്ടി പൊട്ടി പോകുന്നുണ്ട്. ചീത്ത ബലൂണാണ്, വലിയ ക്വാളിറ്റി ഇല്ലായിരുന്നു. പിന്നെ അനുവേണ്ട അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നല്ല ബലൂൺ കൊണ്ടുവരാൻ. പിന്നെ അനുവേണ്ണാണ്ടേ അനുവേണ്ണല്ല, നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിപ്പെണ്ണിൻ്റെ പരിവാരങ്ങളെയും കൂട്ടി അടുത്തുള്ള വീട്ടിൽ മിഠായി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മിഠായിയൊക്കെ കൊടുക്കാനായിട്ട് പോയി. ഇപ്പോൾ സമയം എത്രയാണ്, ഒരു 5:50 ആയിട്ടുണ്ട്. 5:50 ആകുമ്പോഴേക്കും നമ്മൾ വിളക്ക് കൊളുത്തും. അച്ഛൻ ലൈറ്റ് കെടുത്തിയിട്ടാണ് കേട്ടോ. വിളക്ക് എത്തിക്കുന്ന സമയത്ത് നമ്മൾ ലൈറ്റ് അണയ്ക്കും. വിളക്ക് കൊളുത്തിയതിന് ശേഷമാണ് പിന്നെ ലൈറ്റ് ഇടുള്ളൂ കേട്ടോ. എല്ലാ വീട്ടിലും അത് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ നമുക്ക് എന്ത് കാര്യങ്ങൾ വന്നാലും ഈശ്വരകാര്യം കഴിയാണ്ട് നമുക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ വിളക്കത്തിനും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് മതി എന്നുള്ളത് കൊണ്ട് ഞാനൊരു 7-നും 7:30 ഇടയ്ക്കാണ് എല്ലാവരുടെ അടുത്തും വരാൻ പറഞ്ഞത്. അപ്പോൾ നാമമൊക്കെ ജപിച്ചിട്ട് നമ്മളും ഫ്രീ ആയിട്ട് നമുക്കും ഒന്ന് മാറാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ കുഞ്ഞിപ്പെണ്ണിൻ്റെ കേക്ക്. ഇത് ഞാൻ മാൾ ഓഫ് ജോയിന്ന്, അവരുടെ ബേക്കറി ഉണ്ട് ജോയി മാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. നല്ല അടിപൊളി കേക്കായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കഴിച്ചപ്പോൾ അതിനേക്കാളും സൂപ്പർ, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കി തന്ന നമ്മുടെ ജോയി മാർട്ട് ടീമിനോട് നമ്മൾ ഈ ഒരു അവസരത്തിൽ വലിയ ഒരു താങ്ക്സ് അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ കേക്ക് കട്ടിങ് ആണ്. അപ്പോൾ ഒച്ചയും ബഹളവും ഹാപ്പി ബർത്ത്ഡേ പറയലും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാനത് ആ വോയിസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആകെപ്പാടെ ചളാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഓൺ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡെക്കറേഷനും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയണം. നമ്മുടെ പഴയ വീടായതുകൊണ്ട് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ വീഡിയോസൊക്കെ ഫോണിൽ തന്നെ എടുക്കുന്നതുകൊണ്ട് ഫോണിൻ്റെ ക്ലാരിറ്റിയിലൊക്കെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. വീഡിയോസൊക്കെ കാണുന്നവരൊക്കെ പറയാറുണ്ട്. അപ്പോൾ എല്ലാം പരിഹരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. എന്തായാലും നമ്മളതൊക്കെ പരിഹരിച്ച് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും എന്താ പറയുക, വീട്ടിലുള്ള എല്ലാവർക്കും അവൾ ഷെയർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം കട്ട് ചെയ്ത് എല്ലാവർക്കും പീസായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവൾ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പ്ലേറ്റിൽ കൊണ്ടുപോയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും. അപ്പോൾ ഇത് കുഞ്ഞിപ്പെണ്ണിൻ്റെ അച്ഛനും അനുവേണ്ണും അതുപോലെ തന്നെ അവളുടെ കൊച്ചച്ഛൻ അനിയനും അങ്കുഷും കൂടെ ചേർന്നിട്ട് വാങ്ങിയിട്ടുള്ള ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് കുഞ്ഞിക്ക് ഭയങ്കര സർപ്രൈസായിപ്പോയി. കുഞ്ഞി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, കുഞ്ഞിന്നല്ല ഞാനും അനുവേണ്ണും ഒന്നും പ്രതീക്ഷിച്ചില്ല. കാരണം അവൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, അല്ല എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമായിരുന്നു ക്യാരം ബോർഡിൻ്റെ കാര്യം. അത് അവൾക്ക് കിട്ടി.
പിന്നെ ഇത് ഞങ്ങൾ അവളുടെ കുറച്ച് ഫോട്ടോസ് വെച്ചിട്ട് നമ്മുടെ വൈദേഹി കുട്ടിയുടെ ബർത്ത്ഡേക്ക് ചെയ്ത പോലെ തന്നെ ചെയ്തതാണ്. അപ്പോൾ അവൾക്കും ഇവൾക്കും ഒരുപോലെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഒരേ സൈസിൽ തന്നെ നമ്മളത് അവളുടെ ഫോട്ടോയും വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ ആ ഒരു ഫോട്ടോയിലുണ്ട്. അതും അവൾക്ക് ഒരുപാട് ഇഷ്ടമായി. ഭയങ്കര സന്തോഷം. എന്തായാലും ദൈവം അനുഗ്രഹിച്ച് നമ്മുടെ കുഞ്ഞിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാൻ ഇതുവരെ പറ്റിയിട്ടുണ്ട്. അതിന് ഈശ്വരൻ അനുഗ്രഹിച്ചു. ഇനിയും മുൻപോട്ട് എല്ലാ പേരൻസിനും ഇങ്ങനെ കുട്ടികളുടെ ഇഷ്ടത്തിന് അവരെ സന്തോഷത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ സാധിക്കട്ടെ. പിന്നെ കുഞ്ഞിപ്പെണ്ണിന് ഇഷ്ടമുള്ള മറ്റൊരു ഗിഫ്റ്റാണ്. കുഞ്ഞിപ്പെണ്ണ് മാത്രമല്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ആരെങ്കിലും ഇതുപോലെ തന്നെ എന്താ പറയുക, ഡോൾസിനൊക്കെ തരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എപ്പോഴും ഫ്ലവർ വേസിനോടും ഡോൾസിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ടെഡി ബിയർ, അതുപോലെ തന്നെ ടെഡി ബിയേഴ്സും, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ഈ ബാർബി ഒക്കെ ഇല്ലേ, അങ്ങനത്തെ ഡോൾസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതും കുഞ്ഞിപ്പെണ്ണിന് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഇത് നമ്മൾ ഓർഡർ ചെയ്തത് വേറൊരു ലാവൻഡർ കളറാണ്. പക്ഷെ വന്നപ്പോൾ യെല്ലോ ആയിപ്പോയി. എന്നാലും കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കൊടുത്തൊരു ഗിഫ്റ്റാണ്. എപ്പോഴും ഞാൻ എന്താ പറയുക, ബർത്ത്ഡേ അങ്ങനെയൊക്കെ വരുമ്പോൾ എപ്പോഴും നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ഇത് ഗിഫ്റ്റ് കൊടുത്തെന്ന് പറഞ്ഞാലും എപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് എന്തായാലും കൊടുക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിപ്പെണ്ണിൻ്റെ എല്ലാ ബർത്ത്ഡേക്കും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് മീൻസ് ഒരു എന്താ പറയുക, നല്ലൊരു സേവിങ്സ് പോലെ കരുതിയിട്ട് ഞാൻ എപ്പോഴും ഒരു ഗോൾഡ് എന്തെങ്കിലും ചെറുത് നമ്മളെ കൊണ്ട് പറ്റണ പോലെ എടുക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ കുഞ്ഞിപ്പെണ്ണിന് ഒരു എന്താ പറയുക, ഗോൾഡിൻ്റെ ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിലുള്ള ഒരു സ്റ്റഡും അതുപോലെ തന്നെ ചെറിയൊരു ചെയിൻ വിത്ത് പെൻഡൻറ്റും വാങ്ങാനായിട്ട് പറ്റി. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇവിടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ആശാട്ടി ക്യാരം ബോർഡുമായിട്ട് പരിവാരങ്ങളുമായിട്ട് കളിക്കാനായിട്ട് മാറിയിട്ടുണ്ട്. ഇവർ ഭയങ്കര തകർപ്പൻ കളിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിപ്പെണ്ണിനെ നമ്മൾ ഇപ്പോൾ ഈ സമയത്ത് കളിയും കാര്യങ്ങളായിട്ട് കിട്ടില്ല എന്നറിയാം. അതിനുശേഷം നമ്മളെടുത്ത കുറേ ഫോട്ടോസാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ കാക്കിരി പീക്കിരി പരിവാരങ്ങളാണ് കേട്ടോ. ഇത് നമ്മുടെ വൈദൂട്ടിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അനിയന് ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഒരു റിസപ്ഷന് പോകേണ്ടതുകൊണ്ട് അനിയന് ഈ ഫോട്ടോസിലില്ല കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടൊക്കെ ഇരിക്കുക. എല്ലാവർക്കും എന്താ പറയുക, ഈശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങളെന്താ ഡെക്കറേഷൻ ചെയ്തൊക്കെ അഴിച്ച് മാറ്റിയൊക്കെ വെച്ചു. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കിടക്കും. എല്ലാവരും ടയേർഡായി. അതുപോലെ അനുവേണ്ണും അനിയനും ഒരു റിസപ്ഷന് പോയേക്കാണ്. അപ്പോൾ അവർ വരാണ്ട് അവർ അവിടെ നിന്ന് കഴിച്ചിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി കിടക്കും. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, സീ യു. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ടാറ്റാ. അടുത്ത വീഡിയോയിൽ കാണാം.